അൻവർ പറഞ്ഞതിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അത്ഭുതം തോന്നിയ, അതിശയം തോന്നിയ, അപകടം തോന്നിയ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, വർഗീയപരമായി കേരളത്തിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാവുന്ന ഒരു BJP ഫാഷിസ്റ്റ് അജണ്ട അതേപോലെ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് അൻവർ പറയുമ്പോൾ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉദയം ചെയ്യുന്ന നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജയത്തിലേക്ക് കാരണമാകുന്ന തൃശ്ശൂർ പൂരത്തിലെ ഇടപെടലുകൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണ്? ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് അതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. വെള്ളപ്പൂക്കളൊക്കെ പരസ്പരം കൈമാറിയിട്ട് പോരുന്നുണ്ട്. നിങ്ങൾ ഞാൻ പലപ്പോഴും മീഡിയയിൽ സീരിയസ് ആയി പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വലിയ അജണ്ടകളുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൃശ്ശൂർ വിട്ടുകൊടുക്കേണ്ടി വരും. രണ്ട് ചോദ്യം ഉണ്ടായിരുന്നത്, തൃശ്ശൂർ വേണോ അല്ലെങ്കിൽ മകള് വേണോ എന്ന്. ഇപ്പം മകളെ കിട്ടി, തൃശ്ശൂർ പോയി. നിങ്ങളൊക്കെ മീഡിയകളിൽ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടായിരുന്നോ? SFIOയെ കുറിച്ച് നിങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ? എവിടെ SFIO? കിണറ്റിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തോ? എവിടെ മുഖ്യമന്ത്രിയുടെ മകള്? സമീപകാല ചർച്ചകളില്ലല്ലോ. എന്നുവെച്ചാൽ പൂർണ്ണമായി BJP സംഘപരിവാർ നടത്തുന്ന അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വർഗീയ തരത്തിൽ പെരുമാറാനുള്ള പ്രേരകമായി നിർത്തിയത് അടക്കം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന ഓരോ വാർത്ത, ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന തരത്തിലാണ് ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കും. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി, ഇയാൾ വേറെ വല്ല പണിക്കും കള പറിക്കാൻ പോകണമാണ് നല്ലത് എന്ന് നാട്ടിൻപുറത്ത് പറയാറുണ്ട്. മുഖ്യമന്ത്രി ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത്? മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണടക്കം ചോർത്തുന്നു എന്ന് ഒരു MLA പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാനിതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് അൻവർ പറയുന്ന പോലെ ഒരു ശശിയോ ഒരു അജിത്തിലോ നിൽക്കുന്ന പ്രശ്നമല്ല. ഇതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. നിയമസഭയുടെ അകത്ത് നിന്ന് MLA എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല, ശശി എന്നല്ല, അജിത് കുമാർ എന്നല്ല, മുഖ്യമന്ത്രിയാണ് പ്രതി. ഞാൻ ആ ഒരൊറ്റ വാചകം പറഞ്ഞതിൻ്റെ പേരിലാണ് കേരളത്തിൽ ഒരുപാട് കാലം പീഡിപ്പിക്കപ്പെട്ടത്. ഇപ്പം നിങ്ങളറിയോ, അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭീഷണിയുണ്ട്, എനിക്കിതിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടാവും. ഓരോ യാത്രകളിലും ചീറിപ്പാഞ്ഞ് വരുന്ന വണ്ടികളിലേക്ക് ഇങ്ങനെ നോട്ട് ചെയ്യലാണ്. വണ്ടിയുടെ എല്ലാ ഭാഗത്തും ക്യാമറയാണ്. കാരണം എന്ത് സംഭവിച്ചു പോയാലും അവസാനം അതെങ്കിലും തെളിവ് നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നാൽ ഭരണപക്ഷത്തിരിക്കുന്ന MLA പറയാണ് എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അൻവർ സൂക്ഷിക്കണമെന്ന് അനുഭവം വെച്ച് ഞാൻ പറയാണ്, അൻവർ സൂക്ഷിക്കണം. അൻവർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, അൻവർ എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൻവറിനെ തിരിച്ച് കളിയാക്കാനൊന്നും ഞാൻ നിൽക്കണില്ല. പക്ഷേ അൻവർ സൂക്ഷിക്കണം. കാരണം കളിക്കുന്നത് ശശിയോടാണ്, കളിക്കുന്നത് പിണറായി വിജയനോടാണ്. അതിൻ്റെ ദുരനുഭവങ്ങളിലെ ഒരാളാണ് ഇത് പറയുന്നത് എന്ന് മാത്രം. ഞാൻ എന്തായിരുന്നോ കേരളത്തിൽ പറഞ്ഞിരുന്നത്, എന്നെ പീഡിപ്പിക്കുന്ന ഓരോ നിമിഷവും പറഞ്ഞിരുന്നത്, അവിടേക്ക് എത്തും.